പുലരിയുടെ പൊൻവെളിച്ചം മിഴികളെ തഴുകിയതോടെ നിദ്രയിൽ നിന്നും മയിൽ മിഴികൾ തുറന്നു. അങ്ങ് ദൂരെയിടത്ത് മഞ്ഞു പുതച്ചു മൂടിക്കിടക്കുന്ന വഴികളിലൂടെ നന്ദൻ നടന്നകന്നു. വലത് കൈയിൽ കല്ലുമോളും ഇടത് കൈയിൽ ചിക്കുമോളും തൂങ്ങിക്കിടപ്പുണ്ട്. നന്ദാ! പിന്നാലെ ഓടിക്കിതച്ച് അവൾ ഓടി വന്ന് അണച്ചു നിന്നു. എന്തുപറ്റി മയിലേ? പ്രണയത്തിന്റെ നനുത്ത സ്പർശം കാതിലൂടെ ഒഴുകി ഹൃദയത്തിലെ മഞ്ഞുമഴ പെയ്ച്ചു. ഒന്നുമില്ലടാ, ഒന്ന് കാണാൻ കൊതി തോന്നിട്ട് ഓടി വന്നതാ. എന്റെ മയിലെ, ഇപ്പോഴല്ലേ നമ്മൾ കണ്ടു മടങ്ങിയത്? എനിക്ക് എപ്പോഴും കണ്ടിരിക്കാൻ തോന്നുന്നു. എന്തിനോ മിഴികൾ നിറഞ്ഞൊഴുകി. കണ്ണുകളൊന്നും ചിമ്മി തുറന്നു. മുന്നിൽ കല്ലുവിനെയും ചിക്കുവിനെയും കണ്ടില്ല. മഞ്ഞിൻ കണങ്ങളിലൊരു നേർത്ത പുകപടലമായി മാറി മിന്നായം പോലെ കണ്ടു. നന്ദാ, നന്ദാ! മയൂക അലറിക്കരഞ്ഞു. ആ തണുപ്പിലും അവൾ വിയർത്തൊഴുകി. എന്തുപറ്റി മയിലേ? നിലവിളിയോടെ ചാടി എഴുന്നേറ്റവളെ അരുമയായി നോക്കി. എന്തുപറ്റി പെണ്ണെ, എന്തിനാ കരഞ്ഞത്? അലിവോടെ അവൻ അവന്റെ പെണ്ണെ തന്നിലേക്ക് ചേർത്തണച്ചു. എനിക്കറിയില്ല നന്ദാ, എന്തോ ഒരു ദുസ്വപ്നം അരുതാത്ത് സംഭവിക്കാൻ പോകുന്ന പോലെ. എന്റെ പെണ്ണെ, എന്റെ ഉള്ള നിന്റെ കരുതൽ കൂടിയിട്ടാ. ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കാതെ. അവളെ ആശ്വസിപ്പിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു. മയില് അവനെ ചുറ്റിപ്പിടിച്ച് കവളിൽ ചുംബിച്ചു. എന്റെ നന്ദനെന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പെട്ടെന്ന് കൈയെടുത്ത് മയിലിന്റെ വായ പൊത്തിപ്പിടിച്ചു. അവളുടെ വാക്കുകൾ നെഞ്ചിലേക്കാണ് തറഞ്ഞു കയറിയത്. ഇങ്ങനെയൊന്നും പറയാതെ മയിലെ, എനിക്ക് സങ്കടാവും. സ്വരത്തിലെ വേദനയും ആഴവും തിരിച്ചറിഞ്ഞതും മയിലിന്റെ നെഞ്ചൊന്ന് പിഞ്ചി കീറി. അവനെ മുറുക്കി പിടിച്ച് മാറിൽ മുഖം അമർത്തി കിടന്നു. ഉറക്കം വന്നില്ല. പുലരി വരെ അങ്ങനെ കിടന്നു. എഴുന്നേക്ക് പെണ്ണെ, ജോലിക്ക് പോവേണ്ടേ? ജോലിക്ക് പോവേണ്ട ദിവസമാണ്. അവൻ ഓർമ്മിപ്പിച്ചതും അവക്ക് ഉത്സാഹമില്ലായിരുന്നു. സ്വപ്നം അതങ്ങനെ കരളിനെ കുത്തി വലിക്കുകയാണ്. നന്ദാ, ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. പേടിച്ചിരണ്ട മുഖം കണ്ടപ്പോഴും മറുത്തൊന്നും പറയാനും തോന്നിയില്ല. ക്യാഷ് കൊടുത്തു വാങ്ങി ജോലിയായതിനാൽ നഷ്ടപ്പെടുമെന്ന് ഭയം വേണ്ട. നേരം നന്നായി വെളുത്തു കഴിഞ്ഞാണ് മയിൽ എഴുന്നേറ്റത്. എഴുന്നേൽക്കാൻ ഒരുങ്ങിയ നന്ദനെയും തടഞ്ഞ് കൂടെ കിടത്തി. നന്ദൻ ഇന്ന് പോവണ്ട, എനിക്കൊപ്പം കാണണം. വാശിയോടെ പറഞ്ഞത് അനുസരിക്കാതെ തരമില്ലെന്നായി. ശരി, ഇന്ന് പോണില്ല. അപ്പോഴാണ് അവളുടെ മുഖം കുറച്ചെങ്കിലും തെളിഞ്ഞത്. സദാസമയം അവനോടൊപ്പമായിരുന്നു. അടുത്ത ദിവസം മയിലിനെ വെളുപ്പിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇന്നൂടെ പോണ്ട നന്ദാ. നിറക്കണ്ണുകളോടെ യാചിച്ചെങ്കിലും സമ്മതിച്ചില്ല. മയിലെ, തമാശക്കത് വേഗം റെഡിയാവ്. നന്ദന്റെ സ്വരത്തിലെ നീരസം കലർന്നത് മയില് തിരിച്ചറിഞ്ഞു. അതോടെ മയില് ഉന്മേഷമില്ലാതെ പോകാനൊരുങ്ങി. അമ്മയുടെ കാലത്തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി നന്ദനും മോൾക്കൊപ്പം സ്കൂളിലേക്ക് പോയി ജോയിൻ ചെയ്തു. മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നതിനാൽ മയിലിന് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ നന്ദനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴാകും ശ്വാസം നേരെ വീഴുന്നത്. ഉച്ചയ്ക്ക് മയിൽ സ്കൂളിൽ നിന്നും മോളുമായി വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്തുപറ്റി മോളെ? മയിലിനെ കണ്ടയുടനെ ജാനകിയമ്മ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ക്ലാസ് നേരത്തെ തീർന്നു. അതുകൊണ്ട് മോളെയും കൂടെ വിളിച്ചോണ്ട് പോന്നു. വെയിലത്ത് വന്നല്ലേ, മക്കള് പോയി കിടക്ക്. അരുമയോടെ കല്ലുമോളുടെ കവിളിൽ അവർ തഴുകി. മയില് മുറിയിലേക്ക് പോയി കിടന്നു. അതിനിടയിൽ ഫോണിൽ നന്ദനെ വിളിച്ചു. കുറച്ച് തിരക്കില്ല പെണ്ണെ, വൈകുന്നേരത്തോടെ എത്താട്ടോ. അവളെ ആശ്വസിപ്പിച്ച് നന്ദൻ ഫോൺ വെച്ചു. കൂടെ വന്ന് കിടന്ന കല്ലുമോൾ ഉറങ്ങിയത് കണ്ടു. അവളെയും കെട്ടിപ്പിടിച്ച് കിടന്ന് മയിലിന്റെ മിഴികൾ പതിയെ അടഞ്ഞു മയക്കത്തിലേക്ക് വീണു. മൊബൈൽ നിർത്താതെ ചലിക്കുന്ന ശബ്ദം കേട്ടാണ് മയിൽ കണ്ണു തുറന്നത്. നെഞ്ചെടുപ്പോടെ ഫോണെടുത്തും മനസ്സിലൊരു മഞ്ഞുതുള്ളി വീണു. നന്ദൻ വിളിക്കുന്നു. ഹലോ, ഇത് മയൂക നന്ദനല്ലേ? അപരിചിതമായ പുരുഷസ്വരം കേട്ട് അമ്പരന്ന് പോയി. ഒരിക്കൽ കൂടി നമ്പർ നോക്കി നന്ദന്റെ ആണെന്ന് ഉറപ്പിച്ചു. ഞാൻ നന്ദന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരവ് കൃഷ്ണയാ. നന്ദന് ചെറിയൊരു ആക്സിഡന്റ്.
ഇപ്പോ സിറ്റി ഹോസ്പിറ്റലുണ്ട്. മയൂകയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. കയ്യിൽ നിന്ന് ഫോൺ തറയിലേക്ക് തെറിച്ചു വീണു. മയിലിന്റെ കരച്ചിൽ കേട്ടാണ് കല്ലുമ്പോൾ ഞെട്ടി ഉണർന്നത്. അമ്മ കരയുന്നത് കണ്ടു കൂടെ അവളും കരഞ്ഞു. എന്തു പറ്റി മോളെ? കരച്ചിൽ കേട്ട് ജാനകി മൂടി വന്നു. അമ്മേ, എന്റെ നന്ദൻ! മയിൽ നിലവിളിച്ചു. എന്തു പറ്റിടി മോളെ? ആക്സിഡന്റായി സിറ്റി ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് നന്ദന്റെ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചു. ജാനകിയമ്മയുടെ തേക്കം വന്ന് നിറഞ്ഞു. അമ്മേ, എനിക്കിന്ന് നന്ദനെ കാണണം. ഉള്ളിൽ തികട്ടി വന്ന സങ്കടം ജാനകിയമ്മ അവിടെ തന്നെ അടക്കം ചെയ്തു. താൻ കൂടി തളർന്ന മയൂക തളർന്നു പോകും. കരയാതെ മോളെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ജാനകിയമ്മ അവളെ ആശ്വസിപ്പിച്ചു. ഇട്ടിരുന്ന വേഷത്തോടെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴും മയിലെന്ന പെണ്ണിന്റെ കണ്ണീർ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ഫോൺ കട്ട് ചെയ്ത് അരവ് ചിരിയോടെ നന്ദൻ നേരം നീട്ടി. കോപത്താൽ അവന്റെ മുഖം ചുമന്നിരുന്നു. അരവ്, നീ ചെയ്തത് ശരിയായില്ല. എത്ര വലിയ സൗഹൃദമായാലും എനിക്കിത് ന്യായീകരിക്കാൻ കഴിയില്ല. കൂൾ കൂൾ മിസ്റ്റർ നന്ദൻ. നീ മയൂകയെ കുറിച്ച് പറഞ്ഞപ്പോ അവളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനൊരു മോഹം, അത്രയുള്ളൂ. നന്ദൻ പഠിപ്പിക്കുന്ന കോളേജിലെ പ്രൊഫസറാണ് ആരവ് കൃഷ്ണയും. ഒരേ കോളേജിൽ പഠിച്ചവരെ. കോളേജ് പഠനം കഴിഞ്ഞ് ഇവിടെ വെച്ചാണ് അവർക്ക് വീണ്ടും കണ്ടുമുട്ടിയത്. പരിചയം വീണ്ടും പുതുക്കിയതോടെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആരവിനെ സംബന്ധിച്ച് സ്ത്രീകളെ കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാടാണ്. അതിന് ആള് നിർത്തുന്ന കാരണം സ്വന്തം ലൈഫും. പ്രണയിച്ച് വിവാഹം കഴിച്ചവള് പെട്ടെന്നൊരു നാളില് എല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരാൾക്കൊപ്പം പോയതോടെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് മാറി മറിഞ്ഞു. നന്ദൻ മയിലിനെ കുറിച്ച് പ്രണയത്തോടെ പറയുന്ന കേൾക്കുമ്പോ ആരവില് അസൂയ തിളച്ചു മറിയും. എടാ, എല്ലാ പെണ്ണുങ്ങളും നല്ല അഭിനേതാക്കളാണ് ജീവിതത്തില്. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവര്. എല്ലാവരും ഒരുപോലെ ആവില്ല ആരവ്. ചിലര് മാത്രം അങ്ങനെയാണ്. അത് പെണ്ണിൽ മാത്രല്ല, ആണിലും അങ്ങനെ തന്നെ. എങ്കിൽ ശരി നന്ദാ, നീ ഫോൺ തന്നെ, ഞാൻ മയിലിനോടൊന്ന് സംസാരിക്കട്ടെ. സുഹൃത്തിൽ നിന്ന് കരുതി കൊടുത്തതാണ്. അവനൊരിക്കലും ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല. രണ്ടുപേരും അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ വന്നിരുന്നു. മയിൽ കരഞ്ഞ് നിലവിളിച്ചാകും വരുമെന്ന് നന്ദൻ ഉറപ്പാണ്. അതാണ് കോളേജിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നത്. മയിലിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അമ്മയെ വിളിച്ചു നോക്കിയിട്ടും അങ്ങനെ തന്നെ. രണ്ടും കൂടി വെപ്രാളം കയറി വരികയാണെന്ന് തോന്നി. അതിനാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വന്നു. നന്ദന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. കരഞ്ഞു നിലവിളിച്ച് അമ്മയുമായി കയറി വരുന്നത് കണ്ടു. അമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മയിലിനെ സമാധാനിപ്പിച്ചില്ല. അവരുടെ കൂടെ കല്ലുമോളെ കൂടി കണ്ടതോടെ നന്ദന്റെ മനസ്സ് വല്ലാതെ നൊന്തു. വേഗം അവർക്കരികിലേക്ക് നടന്നു ചെന്നു. തങ്ങൾക്ക് അരികിലേക്ക് നടന്നു വരുന്ന നന്ദനെ മയില് കണ്ടിരുന്നു. നന്ദാ! വലിയൊരു നിലവിളിയോടെ ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് തല്ലി വീണു. എന്തു പറ്റി നന്ദ എന്റെ നന്ദനെ? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോണ്ടാന്ന്, കേട്ടില്ലല്ലോ? മയിൽ നിന്നൊഴുകിയ കണ്ണീർ അവന്റെ മാറിനെ നനച്ചൊഴുകി. അവന് എന്തെന്നറിയാത്ത സങ്കടം വന്നു. മയിലേ, മോളെ. ഹോസ്പിറ്റലിൽ വരുന്നവരും മടങ്ങുന്നവരും എല്ലാം അവര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മയിലിന് അതൊന്നും ബാധകമായിരുന്നില്ല. അവളുടെ പ്രാണന് ആക്സിഡന്റ് ആയെന്നുള്ള ആശങ്ക മാത്രമാണ് നിറഞ്ഞു നിന്നത്. മയിലേ, മോളെ, ഡീ. പ്രിയപ്പെട്ടവളുടെ മുഖം കൈവെള്ളയിലെടുത്തു. എന്താണ് പറയേണ്ടതെന്ന് മാത്രം അവനറിയില്ല. കൂട്ടുകാരനൊപ്പിച്ച കുസൃതിയാണെന്നോ? ജാനകിമേം പകച്ചു നിൽക്കുവാണ്. അതേ അവസ്ഥയാണ് ആരവ്. അവൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പറയുന്നെന്താ? എന്താടാ ഉണ്ടായത്? അമ്മ കരയുന്നത് കണ്ടതും കല്ലുമോളും ഉറക്കെ കരഞ്ഞു. നന്ദന്റെ നെഞ്ചു പൊട്ടി. ഉടനെ അമ്മയുടെ അടുത്ത് നിന്ന മോള് എടുത്ത് നെഞ്ചിലേക്കിട്ടു. അച്ഛയ്ക്ക് ഒന്നുമില്ലടി, പൊന്നു കരയാതെ. മയിലിനെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മയൂക, സോറി, റിയലി സോറി. ആരവ് സങ്കടത്തോടെ അവർക്കരികിലേക്ക് നീങ്ങി നിന്നു. അപരിചിതനായ വ്യക്തിയെ അവൾ നോക്കി. വിഷമത്തോടെ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. മയിലിന്റെ മുഖം മാറി. കണ്ണുകളിൽ നിന്നും അഗ്നി വാമിച്ചു. ആ ചൂടിന് തന്നെ വെന്തരിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അയാൾക്ക് തോന്നി.
നിങ്ങൾക്ക് എല്ലാവർക്കും തമാശയാകും ലക്ഷ്യം. എനിക്കും അമ്മയ്ക്കും മോൾക്കും നന്ദൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറ്റിയാ ഞങ്ങൾക്കാ നോവുക. തനിക്കൊന്നും പ്രശ്നവുമില്ല. ഗദ്ഗതത്താൽ ചുണ്ടുകൾ വിതുമ്പി. ഈശ്വരന്റെ സ്ഥാനത്താ എനിക്ക് ഈ മനുഷ്യൻ. കാലിലൊരു മുള്ളു പോലും കൊള്ളരുതെന്ന ദിവസവും പ്രാർത്ഥിക്കുക. അവളിൽ നിന്നും മേൽനീർ കുതിച്ചു ചാടി. ആരവന്റെ ശിരസ് കുനിഞ്ഞു. ചെയ്ത തെറ്റിന്റെ ആഴം അയാളെ വല്ലാതെ നോവിച്ചു. തന്റെ പ്രവൃത്തിക്ക് മൂക്കടിച്ചോരണം തരിക വേണ്ടത്. അത് ചെയ്യാത്തതേ നിങ്ങൾ തന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാ. ആരവിന്റെ മുഖം വിളറിപ്പോയി. മയൂകയുടെ ഭാവം കണ്ടപ്പോ അങ്ങനെ ചെയ്തേക്കുമെന്ന് കരുതി. നന്ദനും ശരിക്കും ഭയന്നു. മയിലിന്റെ മുഖഭാവം കണ്ടപ്പോ സോറി, റിയലി സോറി ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചിട്ട് അയാൾ തിരികെ നടന്നു. വാ നന്ദാ, പോകാം. മയിൽ പറഞ്ഞതോടെ എല്ലാവരും വീട്ടിലേക്ക് പോയി. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.